അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിർണായകമായ വിവരങ്ങളാണ്. അതായത് നമുക്കറിയാം, യുക്രൈൻ റഷ്യ യുദ്ധം വർഷങ്ങളായി, ഏതാണ്ട് 5 വർഷം പിന്നിടുകയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം വളരെ പെട്ടെന്ന് വിജയിക്കുമെന്ന് റഷ്യ കരുതിയ യുദ്ധത്തിൽ റഷ്യ വലിയ പ്രതിരോധത്തിലാണ്, സംശയമില്ല. ഇപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയും ഐക്യദാർഢ്യവും പരിശോധിക്കുന്നതിനായി കിഴക്കൻ യൂറോപ്യൻ അതിർത്തിയിലെ തർക്കപ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. ചെറു ആയുധാരി സംഘങ്ങളെ അയച്ച് ഭൂവിഭാഗങ്ങളിൽ കയ്യേറാനുള്ള സാധ്യതകളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. 2029 മുൻപ് തന്നെ ഇത്തരം നീക്കങ്ങൾ പുടിൻ നടത്തും എന്നാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരമായി പുറത്തുവരുന്നത്. യുദ്ധമുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് US രഹസ്യാന്വേഷണ വിഭാഗം മുന്നോട്ട് വെച്ചിട്ട്. കാരണം റഷ്യയിൽ വലിയ ആക്രമണം യുക്രൈൻ നടത്തുന്നു, വലിയ പ്രതിരോധത്തിലാണ് അവർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായ ഒരു ആക്രമണം നാറ്റോയ്ക്കെതിരെ ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചിരുന്നതിൽ നിന്ന് തീരുമാനങ്ങൾ മാറ്റാൻ പുടിന് നിർബന്ധിതരായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ US രഹസ്യാന്വേഷണ ഏജൻസികൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. VR കാർത്തിക് വിവരങ്ങളുമായി ഉണ്ട്. കാർത്തിക്, മറ്റൊരു യുദ്ധസന്നാഹം ഒരുങ്ങുകയാണ്. പശ്ചിമേഷ്യ അശാന്തമാണ്. ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെ അടക്കം റഷ്യ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ചെറുതായിരിക്കില്ല. ഒരുപക്ഷെ ഒരു 3ാം ലോക മഹായുദ്ധം എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയേക്കാം. നാറ്റോയുടെ രൂപീകരണ കാലം മുതൽ ശത്രുപക്ഷത്താണ് റഷ്യ. പല കാലങ്ങളിലും ഏറിയും കുറഞ്ഞും നാറ്റോയും റഷ്യയും പോർമുഖം തുറക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സജീവമായി ചർച്ചകളിൽ നിറയുന്നത് ദ വാൾ സ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിലാണ് പ്രധാനപ്പെട്ട ഒരു ചൂണ്ടിക്കാട്ടൽ ഉള്ളത്. അതായത് നാറ്റോ സഖ്യത്തിലെ ഒരു രാജ്യത്തെ റഷ്യ ഉടൻ ലക്ഷ്യം വയ്ക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ ദ വാൾ സ്ട്രീറ്റ് ജേണൽ ചൂണ്ടിക്കാട്ടുന്നത്. സമീപ ഭാവിയിൽ തന്നെ ഇത് ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും നൽകുന്നു. പ്രധാനമായും നാറ്റോ സഖ്യത്തിലെ സഖ്യരാജ്യങ്ങൾക്കിടയിലെ ഐക്യം പരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ആയുധശേഖരം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണയം നടത്താനുമാണ് റഷ്യ ഇത്തരത്തിൽ ആലോചന നടത്തുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. വരുന്ന മഞ്ഞുകാലത്തിനും 2029 ഇടയിൽ തന്നെ ഇത് സംഭവിക്കും എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നിലവിലെ സാഹചര്യം ഇത്തരത്തിൽ ഒരു അമേരിക്ക ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത വരാനിടയായ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഇറാനുമായുള്ള യുദ്ധത്തിൽ വലിയ തോതിൽ ആയുധശേഖരങ്ങളുടെ കാര്യത്തിൽ US നഷ്ടം വന്നിരുന്നു. അത് സംബന്ധിച്ച വാർത്തകൾ സജീവമായി ഉണ്ട്. ഒപ്പം യുക്രൈനും പലതരത്തിലുള്ള ആയുധങ്ങൾ നൽകി അമേരിക്ക സഹായിക്കുന്ന സാഹചര്യം ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നും ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സൈബർ ആക്രമണം മുതൽ ചെറിയ പ്രദേശങ്ങൾ വരെ കീഴടക്കിക്കൊണ്ടുള്ള അധിനിവേശം വരെ ഉണ്ടാകാം എന്നാണ് മുന്നറിയിപ്പ്. അതായത് നാറ്റോയുടെ ഏതെങ്കിലും ഒരു സഖ്യരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ ഉടൻ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ റിപ്പോർട്ടിനെ ഉദ്ധരിക്കാൻ പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതായത് ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയുധശേഖരങ്ങളുടെ കുറവ്, ഒപ്പം സമീപകാലത്ത് നാറ്റോ നടത്തിയ ചില നീക്കങ്ങൾ. നമുക്കറിയാം, ജൂലൈ ആദ്യവാരമാണ് നാറ്റോയുടെ ഒരു ഉച്ചകോടി തുർക്കിയിലെ അങ്കാറയിൽ നടന്നത്. ഈ ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ചയായത് ഈ സൈനിക സഖ്യത്തിലെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിരവധി കരാറുകളും അന്ന് ഒപ്പുവച്ചിരുന്നു. അത്തരം സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റഷ്യയുടെ ഈ നീക്കം എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതിരോധ വിഹിതം വർദ്ധിപ്പിക്കുന്നതിലടക്കം നാറ്റോയുടെ സഖ്യരാജ്യങ്ങൾ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നീക്കം റഷ്യ നടത്തുന്നത് എന്നും ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും 32 അംഗരാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത്. അതിലെ ആർട്ടിക്കിൾ 5, അതായത് സഖ്യരാജ്യങ്ങളിൽ ഒന്നിന് നേരെ ആക്രമണമുണ്ടായാൽ സംയുക്തമായി പ്രതിരോധിക്കുക എന്നതാണ് ഈ ആർട്ടിക്കിൾ 5 സൂചിപ്പിക്കുന്നത്. അതിനെ റഷ്യ എല്ലാ കാലത്തും ഒരു ഭീതിയോടെയാണ് കാണുന്നത്. നിലവിൽ നാറ്റോയിൽ 32 അംഗരാജ്യങ്ങളുണ്ട്. ആ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സഖ്യം കൂടുതൽ കാലയളവിൽ വർദ്ധിപ്പിക്കുന്നുമുണ്ട്, പ്രതിരോധ വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ സജീവമായി നടക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിനെ കാണാൻ. അത് ഗൗരവകരമായ ചില ചൂണ്ടിക്കാട്ടലുകൾ നടത്തുന്നു. അതിന് സുപ്രധാനം 2029 മുൻപ് തന്നെ നാറ്റോയുടെ ഏതെങ്കിലും ഒരു സഖ്യരാജ്യത്തെ റഷ്യ ആക്രമിക്കുമെന്ന സൂചനകളാണ് അതിൽ ഉള്ളത്. നമുക്കറിയാം, സമീപകാലത്ത് പോളണ്ടിന് നേരെ ചില നീക്കങ്ങൾ റഷ്യ നടത്തിയിരുന്നു. അതായത് റഷ്യയുടെ ക്രൂയിസ് മിസൈലുകൾ പോളണ്ടിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അർമേനിയയിലടക്കം ഡ്രോണുകൾ എത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടിനെ വളരെ ഗൗരവമായി കാണേണ്ടതും ഉണ്ട്. ശരി, KVR കാർത്തിക് വിവരങ്ങൾ പങ്കുവച്ചു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.